നമസ്കാരം. മലയാളി വാർത്ത ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെപ്പറ്റി ഉണ്ടായ വിവാദങ്ങളും ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു വ്യത്യസ്ത ശബ്ദമായിട്ടാണ് മലയാളി വാർത്ത ഇന്ന് വന്നിരിക്കുന്നത്. എഴുത്തുകാരി, സംവിധായക, അഭിനേത്രി, സാമൂഹ്യ പ്രവർത്തക, പിന്നെ സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന വ്യക്തിയും കൂടിയായ പ്രിയ ഷൈനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മാം നമസ്കാരം. മാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. നിരവധി ആരോപണങ്ങളാണ്. താരരാജാക്കന്മാരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണ്. ഈ സമയത്ത് എന്താണ് മാമിന് പറയാനുള്ളത്? താരരാജാക്കന്മാരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നു എന്നതിനേക്കാൾ ഉപരി ഈ പീഡനം എന്ന് പറയുന്നത് പണ്ട് മുതലേ, സിനിമയുണ്ടായിരുന്ന കാലം മുതലേ ഈ പീഡനം ഉണ്ടായിരുന്നു. ഒന്ന്, സിനിമാ മേഖലയിൽ മാത്രമല്ല പീഡനം ഉള്ളത്, എല്ലാ കർമ്മ മേഖലകളിലും പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്തറിയുന്നില്ല എന്നതാണ് അതിൻ്റെ അകത്തെ നഗ്ന സത്യം. ഓരോ സ്ത്രീയുടെയും സുരക്ഷ ഇരിക്കുന്നത് അവളുടെ കൈകളിലാണ്. ശരീരം, വസ്ത്രധാരണം, അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് നമ്മൾ സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾ അല്ലെങ്കിൽ പുരുഷൻ നമുക്ക് തരുന്ന ആദരവ്. അത് ഒരു പരിധിവരെ ഈ വസ്ത്രധാരണവും അതുപോലെ തന്നെ അവരവരുടെ ശരീരത്തെ സൂക്ഷിക്കാനുള്ള ഒരു ചങ്കുറപ്പും ആറ്റിറ്റ്യൂഡും ഒക്കെ ഒന്ന് ദൃഢപ്പെടുത്തിയാൽ ഈ വക പീഡനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാവും. വസ്ത്രധാരണം നിയന്ത്രിക്കുന്നതിലൂടെ എങ്ങനെയാണ് പീഡനം തടയാൻ പറ്റുമെന്നാണ് മാം പറയുന്നത്? വസ്ത്രധാരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പം ഒരുപാട് പേര് പറയും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വസ്ത്രധാരണമെന്ന്. ആ വ്യക്തി സ്വാതന്ത്ര്യം നിമ്നോന്നത ഭാഗങ്ങൾ പബ്ലിക്കിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്ത്രീകൾ നടക്കുമ്പോൾ ഒരു പുരുഷൻ അതിൽ ഇതാകും, എന്താ പറയാ, അതിലേക്ക് അട്രാക്ട് ചെയ്യും. അത് ഒരു എന്താ പറയാ, പ്രകൃതിയുടെ ഒരു ഇതാണ് ഇല്ലേ. ഒരു സ്ത്രീ പാതി നഗ്നയായി പിന്നെ സമൂഹ മധ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ പെണ്ണുങ്ങൾ ഉൾപ്പെടെ ആ സ്ത്രീ ശരീരത്തെ നോക്കാറുണ്ട്. അപ്പൊ അത് പുരുഷന് നോക്കാൻ പാടില്ല. അവിടെ പീഡനങ്ങൾ ഉണ്ട് എന്നത് വളരെ സത്യമായ കാര്യമല്ലേ. അപ്പോ ആ വസ്ത്രധാരണം ഒരു പരിധി വരെ പീഡനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു നിലപാട്, ഇപ്പൊ എല്ലാവരും സ്ത്രീകൾക്കൊപ്പം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്ത നിലപാടെടുക്കാനുള്ള കാരണം എന്താണ്? വ്യത്യസ്ത നിലപാടെന്നുള്ളതല്ല, നിങ്ങൾ സ്ത്രീകൾ പീഡിപ്പിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഒരുപാട് പുരുഷന്മാര് ഇന്നത്തെ കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കൊച്ചുകുട്ടികളായ ആൺകുട്ടികളാണ് കൂടുതൽ ഇന്ന് പീഡനത്തിന് ഇരയാകുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ചാനലുകാര് അതൊന്നും പുറത്തു കൊണ്ടുവരുന്നില്ല? അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും പോലെ തന്നെ ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന്. അതെല്ലാം ഒരു എന്താ പറയാ, നമ്മുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. അത് ഒരു വിഭാഗത്തിന് മാത്രമല്ല പീഡനമുള്ളത്, സ്ത്രീക്ക് മാത്രമല്ല പീഡനമുള്ളത്, സ്ത്രീക്ക് ഉള്ളതുപോലെ തന്നെ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പുരുഷന്മാർ ഏതൊക്കെ രീതിയിലാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്നാണ് മാമിന് പറയാനുള്ളത്? പുരുഷന്മാര് പീഡിപ്പിക്കപ്പെടുന്ന കൊച്ചുകുട്ടികൾ, ഇപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളും അതുപോലെ ഒരു കലയുമായി ബന്ധപ്പെട്ട കുട്ടികൾ ഈ സിനിമാ ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ സിനിമയിലുള്ള ആൾക്കാർ അവരെ മൃഗീയമായി പീഡിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പേഴ്സണലി അറിയാമോ? എന്നോട് ഒരു 1-2 മാതാപിതാക്കൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ആക്സിഡന്റലി ഞാനിങ്ങനെ ബസ് യാത്ര ചെയ്തപ്പോൾ അവരിങ്ങനെ യാത്ര മധ്യേല് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞതാണ്, സിനിമ നമുക്ക് പറ്റിയ മേഖലയല്ല മാഡം, എൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരു അവസ്ഥയുണ്ടായി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു യുവാവ് ഇന്നലെയാണ് ഒരു പീഡന ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. ബാബുട്ടിയുടെ നാമത്തിന്റെ സെറ്റിൽ വന്ന ഈ യുവാവിനെ രഞ്ജിത്ത് ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാം പറഞ്ഞ കാര്യമായിട്ട് ഇത് ചേർത്ത് വെക്കുമ്പോൾ ഇതിന്റെ വ്യാപ്തി വ്യക്തമാവുകയല്ലേ ചെയ്യുന്നത്? വ്യാപ്തി വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. പീഡനം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാലും ഒരു പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടാലും ഒരു ട്രാൻസ്ജെൻഡർ പീഡിപ്പിക്കപ്പെട്ടാലും അത് പീഡനം തന്നെയാണ്. ഇതെല്ലാം മനുഷ്യരാണ്. സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവൾക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് എന്താ പറയാ, അതിൻ്റെ അകത്ത് വേദന ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പുരുഷൻ പീഡിപ്പിക്കപ്പെടുമ്പോഴും ആ പുരുഷനും വളരെയധികം വേദന ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് പീഡിപ്പിക്കപ്പെടുമ്പോഴും അവർക്കും വേദന ഉണ്ടാകുന്നുണ്ട്. പീഡനം എന്ന് പറയുന്നത്
പറയുന്നത് വളരെയധികം വേദനാജനകവും വളരെയധികം എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. അപ്പൊ അത് നിങ്ങളാ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നതും കൂടെ ഇതോടൊപ്പം തന്നെ കൊണ്ടുവരണമെന്ന് ശക്തമായി ഞാൻ പറയുകയാണ്. ഈ പീഡനം എന്ന് പറയുന്നത് ശാരീരിക ആക്രമണത്തെക്കാൾ കൂടുതൽ മാനസിക ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ മാനസിക ആക്രമണങ്ങളെ പറ്റിയിട്ടുള്ള അവബോധം നമ്മുടെ സമൂഹത്തിനുണ്ടെന്ന് മാം ചിന്തിക്കുന്നുണ്ടോ? മാനസിക പീഡനങ്ങള് ശാരീരിക പീഡനത്തെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള ഒന്നാണ് മാനസിക പീഡനം. മാനസികമായി സ്ത്രീയെ പീഡിപ്പിക്കുന്ന പുരുഷന്മാർ അനവധിയുണ്ട്. അതേപോലെ തന്നെ തിരിച്ചുകൊണ്ട്, കാരണം പുരുഷന്മാരെ വളരെയധികം മാനസികമായി പീഡിപ്പിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഈ സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും ഹൃദയമുണ്ട് മാഷെ. പുരുഷന്മാരുടെ ഹൃദയം മാധ്യമങ്ങൾ കാണുന്നില്ല എന്നാണോ പറയുന്നത്? പുരുഷന്മാരുടെ വ്യഥകളും ഒന്നും സമൂഹ മധ്യത്തിൽ ആരും അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അത് കാണുന്നില്ല. വ്യവസ്ഥിതികളില്ല. നീതിയും നിയമവും ബോധാവബോധവും ഒക്കെ സ്ത്രീ പീഡനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതോടൊപ്പം തന്നെ പുരുഷ പീഡനങ്ങളും പുറത്തേക്ക് കൊണ്ടുവരികയും അത് പീഡിപ്പിക്കപ്പെട്ടവരാരായാലും, ഒരു സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചാലും പുരുഷൻ പുരുഷനെ പീഡിപ്പിച്ചാലും പീഡനം തന്നെയല്ലേ, അത് പുറത്തു കൊണ്ടുവരണം. അതിനെതിരെ ശക്തമായ നിലപാടുകളും നിയമവും ഒക്കെ കയ്യിലെടുക്കണമെന്നാണ് ഞാൻ നീതിന്യായ വ്യവസ്ഥയോട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഈ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ തന്നെ ഈ എല്ലാ വെളിപ്പെടുത്തലുകളും 100% ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ പിൻകാല അനുഭവങ്ങൾ അതിനെ സാക്ഷ്യമാണ്. അപ്പോൾ അതും ഒരു പീഡനമല്ലേ? ഇപ്പോൾ കുറെ കാലം ഒരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിതനായി നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു പീഡനമല്ലേ? ആ പീഡനത്തിനെ എങ്ങനെയാണ് മാം നോക്കിക്കാണുന്നത്? അതിനൊരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. അതായത് നമ്മളൊക്കെ പത്രവാർത്ത കണ്ടതാണ്, ഒരു പോക്സോ കേസ് ചുമത്തി ഒരു പയ്യനെ 3 മാസം ജയിലിലിട്ടത്. അത് ശരിക്കും പറഞ്ഞ ആ കുട്ടി ചൂണ്ടിക്കാണിച്ചു, ഇയാളാണ് എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതെന്ന് പറഞ്ഞു. ശരിക്കും ആ പയ്യൻ നിരപരാധിയായിരുന്നു എന്നറിയുന്നത് 3 മാസം ആ പയ്യൻ ജയിലിൽ കിടന്നതിന് ശേഷം ഇവളുടെ കാമുകനാണ് ഇവളെ പ്രഗ്നന്റ് ആക്കിയത് എന്ന നിയമത്തിന്റെ മുമ്പിൽ തെളിഞ്ഞപ്പോഴാണ്. അപ്പോഴാ പയ്യന്റെ മാനത്തിന് ആര് വില പറയും? മാഷെ പറയൂ. 3 മാസം ജയിലിൽ കിടന്ന് കുറ്റാരോപിതനായി ഇന്ന കുട്ടിയെ ഗർഭിണിയാക്കി എന്ന് പറയുന്ന ആ പയ്യനെ ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷനിൽ വെച്ച് നേരിട്ട് കണ്ടിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വളരെ വേദനയോടെ വന്നാണ് പറഞ്ഞത്, എന്റെ മാനം, എന്റെ കുടുംബം, എന്റെ സ്വത്വം, ഇതൊക്കെ എന്ത് ചെയ്യും? അതൊരു ചെറിയ വാർത്തയായി വന്നു പോയി. പക്ഷെ അവൻ അനുഭവിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ മരണം വരെ അവൻ നേരിടുന്ന ആ ഒരു വേദനയും വ്യഥയും ഒക്കെ കാണാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവോ? അപ്പോ ഇങ്ങനെ പറയാൻ കാരണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന മാത്രം ഇപ്പം നിലവിൽ പുരുഷന്മാരുടെ ഇടയ്ക്ക് എന്തെങ്കിലും നോവുണ്ടായാൽ അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടായാൽ അതൊരു സംഘടന നിലവിലുണ്ട്. അത് എങ്ങനെയാണ് നിയമം ആയിട്ട് അവർ മുൻനിർത്തിയാണ് അത് പോകുന്നത്. അപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വട്ടിയൂർക്കാവ് അജിത് കുമാർ സാറ് എനിക്ക് വിളിച്ച് ഒരു ധീരതയ്ക്കുള്ള അവാർഡ് തന്നിരുന്നു. മെൻസ് അസോസിയേഷൻ ഒരു വനിതയ്ക്ക് ഒരു അവാർഡ്, അലൻസിയാർ മാഷിനും കൂടിയായിരുന്നു അവാർഡ്. ഇതല്ല, അപ്പോ ധീരതയ്ക്കുള്ള അവാർഡ്. ഇനി ചോദിക്കും, അത് എന്തിയെ ആ ധീരതയ്ക്കുള്ള അവാർഡ്? ഇത് ഏറ്റുവാങ്ങാൻ എനിക്ക് പറ്റി. അപ്പോൾ അലൻസിയാർ മാഷ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. എനിക്ക് കിട്ടിയത് എന്താ വെച്ചാൽ, ശക്തമായി ആര് തെറ്റ് ചെയ്താലും, അതായത് സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും, അതൊക്കെ നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ അത് പ്രകടമാക്കിക്കൊണ്ട് അത് തെളിയിക്കപ്പെടണം. അപ്പൊ ഈ ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങിയത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തും നമ്മൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമാണ്. ഈ അലൻസിയർ ഈ അവാർഡുകളെ പറ്റി പറഞ്ഞപ്പോൾ എന്റെ ഒരു സംശയമാണ്. അലൻസിയർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രൈണതയുള്ള ഒരു അവാർഡ്, അതായത് ഒരു സ്ത്രീ രൂപത്തിലുള്ള ഒരു അവാർഡ് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നിലപാടിനോട് മാം യോജിക്കുന്നുണ്ടോ? അതേപ്പറ്റിയുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അയാൾ റെസ്പെക്ട് ഇല്ലാതെ പറഞ്ഞല്ല, അദ്ദേഹം വ്യക്തമാക്കിയത്, അലൻസിയാർ മാഷ് വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. അതിനോട് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് സ്ത്രീയുടെ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്സ് കിട്ടിയപ്പോഴും ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയപ്പോൾ സ്ത്രീയുടെ
ആ ഒരു അവാർഡ്, ആ ഒരു ഇതിൽ രൂപത്തിലുള്ള അവാർഡാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് പുരുഷന്റെ ആദ്യമായിട്ടൊരു സ്ത്രീക്ക് കിട്ടിയതാണോ എന്നറിയില്ല, എനിക്ക് പുരുഷന്റെ ഒരു രൂപത്തിലുള്ള ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് അപ്പോൾ ചോദിക്കും അത് എവിടെയാണ് എന്ന്. പക്ഷെ ഞങ്ങളെ പോലെയുള്ളവരൊന്നും പിന്നെ എന്താ പറയാ, സെലിബ്രിറ്റികളല്ലാത്തത് കൊണ്ട് ഈ പുരുഷന്റെ അവാർഡ് ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ വളരെ അഭിമാനത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. ഇത് കിട്ടിയത് ഫിലിം ഷോർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോ ബെസ്റ്റ് ഡയറക്ടർ അവാർഡാണ് കിട്ടിയത്. അപ്പൊ ഇത് എന്താ പറയാ, അവാർഡിന്റെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നുമല്ല, നമ്മളുടെ ഒരു കഴിവിന്റെ അംഗീകാരമാണ് അവാർഡ്. ആ അവാർഡ് എങ്ങനെ വിഭാവനം ചെയ്യുന്നു എന്നുള്ളത് അത് അവാർഡ് തരുന്നവരുടെ ആശയമാണ്. അലൻസിയാർ മാഷിന് വ്യക്തമായ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നു. എല്ലാ പുരുഷന്മാരും പീഡിപ്പിക്കുന്ന ആൾക്കാരല്ല, എത്രയോ നല്ല നല്ല പുരുഷന്മാർ സിനിമാ മേഖലയിലുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റുമാര് നിരന്തരം പീഡിപ്പിക്കപ്പെടുകയും ഓരോ ദുരവസ്ഥകളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റികൾ പീഡിപ്പിച്ച അല്ലെങ്കിൽ കുറച്ച് അറിയപ്പെടുന്നവർ പീഡിപ്പിച്ചവരുടെ പുറകെ ഇങ്ങനെ ക്യാമറയായി നടക്കുന്നതെന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. എത്രയോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഓരോ പിന്നെ മനുഷ്യരുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും അതിലൂടെ പീഡനങ്ങളിലൂടെ കടന്നുപോയി. അല്ല, ഇപ്പോൾ വന്ന വാർത്തകളിൽ നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ പേര് പറയുന്നില്ല, കാരണം അവരെല്ലാം ഇരകളാണ്. പരാതി മൂവ് ചെയ്തുകൊണ്ട് നിയമപരമായ തടസ്സമുണ്ട്. അപ്പോൾ അവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ്. അപ്പോൾ അവരുടെ വിഷമങ്ങളും അവരുടെ ദുരനുഭവങ്ങളും നമ്മൾ വാർത്തയാക്കുന്നുണ്ട്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു വാദം തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ പരിഗണിക്കാൻ തുടങ്ങിയത് ഈ ഒരു അവസ്ഥയിലൂടെയല്ലേ ഇവര് അതല്ലേ സത്യം. അതായത് ഇതിനു മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റിനെ നിങ്ങൾ പരിഗണിച്ചിട്ടാണ് ഇപ്പൊ പറയുന്ന ലേഡികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പറയുന്നത് കേട്ടതെങ്കിൽ അതിനൊരു ഇതുണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല, ഇവര് പറയുന്നത് കേട്ടിട്ടാണ് പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റിന്റെ നിങ്ങൾ അത് അവരുടെ കാര്യങ്ങളും കൂടെ പറയാനുള്ള നിലപാട് നിങ്ങളിലുണ്ടായത്. അതല്ല ശരിക്കും സത്യം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ പൊതുസമൂഹം, മാധ്യമ ലോകം അറിയുന്നത് തന്നെ. ഹേമ കമ്മിറ്റി വന്നതോ കൊണ്ട് മാത്രമൊന്നുമല്ല, ഹേമ കമ്മിറ്റി വന്നതുകൊണ്ടും അല്ല ഇതൊക്കെ പുറംലോകം അറിയുന്നത്. കാരണം പുറംലോകത്തിന് ഇതറിയാം, പീഡനങ്ങൾ നടക്കുന്നുണ്ട്, സർവ്വസാധാരണമാണ് പീഡനങ്ങൾ. അത് സിനിമയിൽ മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിലും ഏത് ഫീൽഡിലായാലും ഇല്ലേ, കോളേജിലും അധ്യാപകരുടെ ഇടയിലും എല്ലാം പീഡിപ്പിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾ പീഡിതരാകുന്നുണ്ട്. അത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെയാണ് പീഡിപ്പിക്കപ്പെടുന്നത്, ഇല്ലേ? കൊച്ചു ആൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് അവരുടെ ലൈംഗികമായിട്ടുള്ള ആ പിന്നെ അവയവത്തിന് പോലും വളരെയധികം പിന്നെ വേദനാജനകമായ രീതിയിൽ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയ ഒരുപാട് കേസുകളുണ്ട്. അത് പുറം ലോകം അറിയുന്നില്ല. പെണ്ണുങ്ങൾ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, പുരുഷന്മാരും പീഡിതരാകുന്നുണ്ട്. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഇതേപോലുള്ള? താങ്കൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ സിനിമാ മേഖലയിൽ നിന്ന്? ഇല്ല, എനിക്ക് ദുരനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാനൊരു ഡയറക്ടർ എന്ന രീതിയിലാണ് ഏതൊരു വ്യക്തിയോടും നമ്മൾ ഇടപെടുന്ന അത്ര സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അതായത് ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് നമ്മളിപ്പോൾ ഒരാളെ കണ്ടു, നമസ്തേ പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറയാ പിന്നെ ഞാൻ ചെയ്ത 2 പടവും എന്റെ ഹസ്ബൻഡും മോനുമാണ് അതിൻ്റെ അകത്ത് പിന്നെ എന്താ പറയാ മുഖ്യ എല്ലാം മോനാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അപ്പോൾ ഹസ്ബൻഡ് നിരന്തരം കൂടെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആർക്കും അങ്ങനെ ഒരു നമ്മളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ അത്ര അതിശക്തമായിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പീഡനങ്ങൾ, ഈ സിനിമാ മേഖലയിലുള്ള പീഡനങ്ങൾ തടയാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ തടയാൻ നമ്മളുടെ ഈ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് സഹായിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നന്നായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഒരു പരിധി വരെ പീഡനങ്ങൾ പിന്നെ ഒന്ന് ചുരുക്കാൻ, അതായത് നമ്മളുടെ ശരീരഭാഷ ഇല്ലേ, ശരീരഭാഷ, നമ്മുടെ വസ്ത്രധാരണം, അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒന്ന് ദൃഢപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പുരുഷനും നമ്മളെ വന്ന് ബലമായിട്ട് ചില കേസുകളിൽ ഉണ്ടാവാം, പീഡിപ്പിക്കപ്പെടാം. പക്ഷെ ആരും അങ്ങനെ നമുക്ക് ഒരു എന്താ പറയാ ചെറുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ഒന്നാമത് സ്ത്രീക്ക് വേണ്ടത് എസ് പറയേണ്ടടുത്ത് എസ്സും നോ പറയേണ്ടടുത്ത് നോവും പറയാനുള്ള ഒരു ധൈര്യം, ഒരു ചങ്കുറപ്പ് ഉണ്ടാകണം. ഈ നോ പറഞ്ഞ ശേഷവും വീണ്ടും വീണ്ടും അവരെ നിർബന്ധപൂർവം കയറി പിടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാൽ, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം എന്നാണ് താങ്കൾ പറയുന്നത്?
സ്വയരക്ഷയ്ക്കുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുക്കണം. കാരണം പേരൻസിന്റെ കൂടെ പിന്നെ പേരൻസിന്റെ കൂടെ കഴിയുന്ന, അതിൽ അമ്മ കിടപ്പറ പങ്കിടാനായിട്ട് പോകുന്ന കേസല്ല ഞാൻ പറഞ്ഞത്. പേരൻസ് കുട്ടികളെ, അല്ലെങ്കിൽ ഒരു യുവതിയാണെങ്കിൽ അവരുടെ കൂടെ പേരൻസ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ ഇല്ലാതെയാക്കാൻ പറ്റും, ഇല്ലേ? നമ്മുടെ ഒരു കൂടത്തിൽ ഒരാളുണ്ടെങ്കിൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ സുരക്ഷ, ആ സുരക്ഷ ഇരിക്കുന്നത് സ്ത്രീകളുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പീഡനം നേരിട്ടാൽ കാലങ്ങൾ കഴിഞ്ഞിട്ടല്ല വിളിച്ചു പറയേണ്ടത്. പീഡനം എപ്പോ നേരിട്ടോ അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷനുള്ളിൽ തന്നെ സമൂഹത്തിൽ മധ്യത്തിൽ പറയുകയും അതിനുള്ള നിയമം തേടുകയും ചെയ്യണം. അതല്ലേ സത്യം. ഇപ്പൊ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പിൻബലത്തിൽ ആ ഒരു ധൈര്യത്തിലാണ് പലരും പുറത്തു വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും നാളും ഇത്രയും എന്താ പറയാ അപ്പുറത്ത് നിൽക്കുന്ന, എതിർഭാഗത്ത് നിൽക്കുന്ന എല്ലാം ഉന്നതരോട് പട പൊരുതാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തതെന്നാണ് പല ഇരകളും നമ്മളോട് വെളിവാക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കില്ലേ അവർ ഇത്രയും നാള് അവരുടെ ദുരനുഭവങ്ങൾ മറച്ചു വെക്കാണ്ടായ കാരണം? അതായിരിക്കും എന്നെനിക്ക്, എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ, ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു, എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സിനിമയുടെ തിരക്കൊക്കെ ആയിരുന്നു, പിന്നെ എനിക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഒരാള് ലൈംഗികപരമായി പീഡിപ്പിക്കപ്പെട്ടാൽ സിനിമയുടെ തിരക്കുകളും ചാരിറ്റി ഒക്കെയാണോ മുഖ്യം? ഒരിക്കലല്ല. അവരവരുടെ ആ ഒരു അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഇല്ലേ ഇതിനൊക്കെ ഒരു അത് തന്നെ. അതുപോലെ തന്നെ വേറെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഒരാളുടെ കൂടെ അവിടെ പോയി അയാളുടെ കൂടെ കിടപ്പറ പങ്കിട്ട കുറെ പിന്നെ സ്ത്രീകള്, ആ സ്ത്രീകള് ഒരു കുറേ കാലങ്ങളോളം അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് കരുതും. അങ്ങനെ കരുതിയിട്ട് പിന്നെ റോള് കിട്ടാതാകുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്ന ആ ഒരു പ്രവണത തീർത്തും നീചമായ ഒരിതാണ്. കാരണം രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരമാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഉൾപ്പെടെ, ഇപ്പോൾ ഏറ്റവും പുതിയതായി നിയമപരിഷ്കൃതം വന്നാണ് ഭാരതീയ ന്യായ സംഹിത, അതിലുൾപ്പെടെ അതൊരു കുറ്റകരമായിരിക്കെ അത് ചെയ്യുന്നത് പുരുഷനും തെറ്റുകാരനല്ലേ? പുരുഷൻ തെറ്റുകാരനല്ലെന്നല്ല ഞാൻ പറയുന്നത്. പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇല്ലേ, രണ്ടുപേർക്കും എല്ലാ മാനവും അഭിമാനവും സ്വാഭിമാനവും സ്വത്വവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം ഒരിക്കലും കേൾക്കരുത്. രണ്ട് സൈഡും കേട്ടിട്ട് മാത്രമേ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാവൂ. പക്ഷെ ഇപ്പൊ ഒരു ഇരയുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായി നമുക്ക് വേട്ടക്കാരന്റെ സൈഡ് കേൾക്കാൻ തോന്നില്ലല്ലോ. അതെന്തുകൊണ്ട് തോന്നില്ല? അവരുടെ ക്രൂരമായ അനുഭവങ്ങൾ അറിയുമ്പോൾ നമുക്ക് അങ്ങനെയല്ല. ഒരു ആള് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അതങ്ങ് സത്യസന്ധമായി വിശ്വസിക്കുക, ഓക്കെ. അത് കഴിഞ്ഞ് അത് നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ള ഒരു ഇതും കൂടെ ഉണ്ടാവണം. കാരണം അദ്ദേഹത്തിനും പറയാൻ ചിലപ്പം ഒരു പക്ഷേ ഈ കുറ്റം ആരോപിക്കുന്ന ആൾ നിരപരാധി ആയിരുന്നുവെങ്കിലോ. ഒരു സ്ത്രീ വിളിച്ചു പറയുന്നതെല്ലാം ശരിയാണ് എന്ന് കരുതരുത്. അപ്പോ താങ്കൾ പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട്, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ സ്ത്രീകൾക്കും ശിക്ഷ കൊടുക്കുന്നുണ്ട്. അതുപോലുള്ള ഒരു സംവിധാനം നമ്മൾക്ക് വേണമെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് ഞാൻ ശക്തമായി പറയേണ്ട, നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് ഒരു പുരുഷൻ നിരപരാധിയാണ് എങ്കിൽ, ഇപ്പൊ ഞാൻ മുമ്പേ ഉദാഹരണം പറഞ്ഞ പോലെ തന്റെ ഗർഭത്തിന് ഉത്തരവാദി ഈ പയ്യനാണെന്ന് പറഞ്ഞ് 3 മാസം ആ പയ്യനെ ജയിലിലിട്ടു. അപ്പോ അങ്ങനെയുള്ള ആരോപിച്ച ആ പുരുഷൻ നിരപരാധിയാണ് എങ്കിൽ തിരിച്ച് സ്ത്രീക്കും തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കണം. അത് ആ ഒരു നിയമം പ്രാബല്യത്തിൽ വരണം എന്നാണ് ഞാൻ ശക്തമായി പറയുന്നത്. അതായത് പുരുഷൻ തെറ്റുകാരനല്ല എങ്കിൽ സ്ത്രീക്ക്, അത് ആരോപിക്കപ്പെടുന്ന സ്ത്രീക്ക് തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കണം, നിയമശിക്ഷ കൊടുക്കണം. പക്ഷെ അപ്പോൾ അവിടെ വരുന്ന ഒരു സാങ്കേതികപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല കേസുകളും പരാജയപ്പെട്ടു പോകുന്നത് തെളിവുകളുടെ അഭാവത്തിലാണ്. ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ കേസ് തന്നെ അത് വധശിക്ഷ മാറി ജീവപര്യന്തമായതിന്റെ കാരണം തന്നെ പറയുന്നത് ആ ഒരു തള്ളിയിട്ട് കൊന്നതാണെന്നുള്ള ആ ഒരു കുറ്റം തെളിയിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ പക്ഷെ സാമൂഹ്യ മധ്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനൊരു കേസ് തള്ളിപ്പോവാണെങ്കിൽ സ്ത്രീകൾക്ക് ശിക്ഷ കിട്ടുന്നത് തെറ്റായൊരു കാര്യമല്ലേ? തെളിവുകളാണ് കോടതിക്ക് വേണ്ടത്. അല്ല, തെളിവുകളുടെ അഭാവത്തിൽ ചിലപ്പോൾ നിർഭാഗ്യവശാൽ തള്ളിപ്പോവാ. ശരിയാണ് പറഞ്ഞത്.
അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ചില സമയത്ത് തെളിവുകളുടെ അഭാവത്തിൽ നമുക്ക് കുറ്റം തെളിയിക്കാൻ പറ്റാതെ തെളിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു നിയമം വരുമ്പോൾ അതൊരു ആ ഒരു നിയമം വരുമ്പോൾ തെളിവുകളൊക്കെ ഉണ്ടല്ലോ, തെളിവുകളുള്ള അതിന് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അതായത് വ്യാജ ആരോപണമാണ് ശക്തമായ തെളിവുകൾ വരികയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ, അല്ല തെളിവുകൾ ഇല്ലെന്നല്ല, അതായത് ഈ സ്ത്രീ എന്നിൽ ആരോപിക്കുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്നൊരു പുരുഷൻ പറയുമ്പോൾ അത് കേൾക്കാനും തെളിവുകൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ സാമ്പത്തിക ലാഭത്തിനൊക്കെ ആണെങ്കിൽ, അതിനാണെങ്കിൽ ഇപ്പൊ ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അത് ശരിക്കും ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഹണി ട്രാപ്പിൽ പെടുത്തുന്നുണ്ട് നിരപരാധിയായിട്ടുള്ള ഒരുപാട് പുരുഷന്മാരെ, അത് പ്രായമുള്ളവരെ അതെ, ചെറുപ്പക്കാരെ അതെ, അങ്ങനെ കുറെ കേസുകളും ഉണ്ട്. അപ്പൊ പറയുമ്പോൾ നമ്മൾ എല്ലാ വശങ്ങളും പറയണമല്ലോ. ഇപ്പോ അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? അവസാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാലും ഒരു പുരുഷൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഈ സമൂഹത്തിന്റെ ഓരോ ശില്പികളാണ്. ആ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാലും പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടാലും തെളിവുകളുണ്ട് എങ്കിൽ അതിന് ശക്തമായ നിയമ നടപടികൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് പ്രിയ ഷൈൻ മാം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയും ഈ കാടടച്ചുള്ള വെടിവെപ്പ് നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ രാജീവ് ആയപ്പറമ്പിനൊപ്പം ജിഷ്ണുദാസ്, മലയാളി വാർത്ത, കൊച്ചി.